ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ അനലോഗ് സർക്യൂട്ട്സ് S3 ECയുടെ 2024 സ്കീമിൽ വരുന്ന സബ്ജക്റ്റ് ആയിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സ് അതിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട്, അതായത് BJT ബയാസിങ്ങിൽ വരുന്ന ഒരു ബയാസിങ് മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിക്സഡ് ബയാസും പഠിക്കാനുണ്ട്. സോ ഫിക്സഡ് ബയാസിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമൺ ബയാസിങ് മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് BJTയിൽ യൂസ് ചെയ്യുന്നുണ്ട്, FET, MOSFET എല്ലാം തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബയാസിങ് സർക്യൂട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ സർക്യൂട്ട് ഡയഗ്രാം എന്താണ്, ഇൻപുട്ട് അനാലിസിസ്, ഔട്ട്പുട്ട് അനാലിസിസ്, എങ്ങനെയാണ് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട്. അപ്പൊ ഇതിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. സോ ഈ ഒരു സർക്യൂട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ടിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പവർ സപ്ലൈ ഉണ്ട് +VCC, ദെൻ രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 and R2. These two resistors forms the voltage divider network. ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് വിളിക്കുന്നത്. ദെൻ കളക്ടറിൽ RC ഉണ്ട്, കളക്ടറിൽ RC എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, എമിറ്ററിൽ RE എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്, BJT ആണ്. അപ്പൊ ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇത് എന്തുകൊണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബയാസിംഗ് സർക്യൂട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. സോ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസേഷൻ ടു എ ട്രാൻസിസ്റ്റർ. ബയാസ് ചെയ്യുന്നു, ബയാസ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ക്യൂ പോയിന്റ് എങ്ങനെയായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. സോ സ്റ്റെബിലിറ്റിയും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നല്ല രീതിയിൽ ക്യൂ പോയിന്റ് സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ബയാസിംഗ് സർക്യൂട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. സോ ഇതിലുള്ളത് R1 R2 എന്ന് പറയുന്ന ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ഡിവൈഡ് ദ പവർ സപ്ലൈ വോൾട്ടേജ്, ഈ VCC എന്നുള്ള വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എവിടെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഈ R2 അക്രോസ് ഉള്ള വോൾട്ടേജ്, ഈ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എവിടെ വരുന്നത്, ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ വരുന്നത്. VB അറ്റ് ദ ട്രാൻസിസ്റ്റർ ബേസ് എന്ന് പറയുന്നു. ഇനി ഇതിൽ നമ്മൾ RE എന്ന് പറയുന്ന ഒരു എമിറ്റർ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ RE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്യുമ്പോൾ RE ബയാസ് സ്റ്റെബിലൈസേഷന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് പ്രൊവൈഡ്സ് ബയാസ് സ്റ്റെബിലൈസേഷൻ. അതെന്താന്നുള്ളത് ഇതിന്റെ അനാലിസിസിന്റെ കൂടെ പറയാം. സോ REയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഫോർ ബയാസ് സ്റ്റെബിലൈസേഷൻ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യണം. ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പൊ ഇത് അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിന്റെ ഇൻപുട്ട് ലൂപ്പിലും അനാലിസിസ് നടത്തണം, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ലൂപ്പിൽ എന്ത് ചെയ്യണം, അനാലിസിസ് നടത്തണം. സോ രണ്ട് രീതിയിലാണ് നമ്മൾ അനാലിസിസ് ചെയ്യുക. സോ ഇൻപുട്ട് സൈഡ് അനലൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് സൈഡും അനലൈസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ അനാലിസിസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് സൈഡിൽ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ അനാലിസിസ് ഈസി ആക്കാൻ നമ്മൾ ഇൻപുട്ട് സൈഡിൽ ഏത് തിയറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു അപ്ലൈ തെവനിൻസ് തിയറം. സോ ആൾറെഡി നമ്മൾ തെവനിൻസ് തിയറം പഠിച്ചിട്ടുള്ളതാണ്. സോ തെവനിൻസ് തിയറം പ്രകാരം നമുക്ക് VTHഉം RTHഉം കണ്ടുപിടിക്കാം. സോ VTH ഇൻ സീരീസ് വിത്ത് RTH ആയിട്ട് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് VCC എന്നുള്ള ഒരു പവർ സപ്ലൈ ഉണ്ട്, R1 R2 ആണ് റെസിസ്റ്റർ. സോ VCC എന്ന് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ R1ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കുറച്ച് കറണ്ട് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഫ്ലോ ചെയ്യും, ബാക്കി കറണ്ട് R2ലൂടെയാണ് നോർമലി ഫ്ലോ ചെയ്യുക. പക്ഷെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് IB, ഇറ്റ് ഈസ് നെഗ്ലിജിബിളി വെരി സ്മോൾ ഇൻ വാല്യൂ, വളരെ ചെറിയ വാല്യൂ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ കറണ്ടിനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ R1ലൂടെ ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് തന്നെ ഏതിലൂടെയും ഫ്ലോ ചെയ്യും, R2ലൂടെ ഫ്ലോ ചെയ്യും. സോ R1ലൂടെ ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് R2ലൂടെ ഫ്ലോ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 R2 എന്ന് പറയുന്നത് ഒരു സീരീസ് സർക്യൂട്ടാണ്.
R1 R2 എന്താണ് സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വോൾട്ടേജ് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. സോ R2 അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ വരുന്ന വോൾട്ടേജ് ആണ്. ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ വരുന്ന വോൾട്ടേജ് ആണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഈ മൊത്തത്തിൽ ഈ ഒരു ഇൻപുട്ട് സൈഡിൽ എന്ത് അപ്ലൈ ചെയ്യാണ്? തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VTH-ഉം RTH-ഉം കിട്ടും. ദെൻ VTH ഇൻ സീരീസ് വിത്ത് RTH എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഈ സർക്യൂട്ട് എന്ത് ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാം. സോ എന്താണ് VTH? R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VTH. സോ VTH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC into R2 divided by R1 plus R2. VCC into R2 divided by R1 plus R2. VCC into R2 divided by R1 plus R2. അതാണ് VTH. ഇനി എന്താണ് RTH? ഇതിന്റെ പാരലൽ കോമ്പിനേഷൻ ആണ്. That is R1 parallel to R2. That is R1 into R2 divided by R1 plus R2. അതാണ് RTH. R1 parallel to R2. അപ്പൊ VTH കിട്ടി, RTH കിട്ടി. നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? VTH ഇൻ സീരീസ് വിത്ത് RTH എന്നുള്ള രീതിയിൽ ഇക്വലന്റ് വരയ്ക്കാം. സോ VTH ഇൻ സീരീസ് വിത്ത് RTH എന്നുള്ള രീതിയിൽ ഇൻപുട്ട് സൈഡിൽ നമ്മൾ ഇക്വലന്റ് വരച്ചു. അപ്പൊ നമുക്ക് എന്തായി? ഇൻപുട്ട് സൈഡിൽ ഈ രീതിയിലേക്ക് കൺവേർട്ട് ആയി. ഇനി ഔട്ട്പുട്ട് സൈഡിലുള്ള സർക്യൂട്ടിൽ ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇവിടെ അല്ല നമ്മൾ തെവെനിൻസ് ഇൻപുട്ട് സൈഡിലാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഇൻപുട്ട് സൈഡിലാണ് ഈ ചേഞ്ചസ് വന്നത്. സോ നമ്മളെ സിംപ്ലിഫൈഡ് ഡയഗ്രാം ഈ ഒരു രീതിയിലായിട്ട് മാറും. VTH ഇൻ സീരീസ് വിത്ത് RTH. അപ്പൊ നമുക്ക് ഇൻപുട്ട് ലൂപ്പും സെപ്പറേറ്റ് കിട്ടി, ഔട്ട്പുട്ട് ലൂപ്പും സെപ്പറേറ്റ് കിട്ടി. ഇനി നമുക്ക് അനാലിസിസ് ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക, ഔട്ട്പുട്ട് ലൂപ്പിൽ എന്ത് ചെയ്യുക KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് അനാലിസിസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് എത്തി. ഇനിയാണ് നമ്മൾ ഇതിന്റെ അനാലിസിസിലേക്ക് പോകുന്നത്. സോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയാസിംഗ് സർക്യൂട്ട്സ് അനലൈസ് ചെയ്യുന്നത് ക്യൂ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് പെയർ ആണ് VCE, IC. VCയുടെ വാല്യൂം ICയുടെ വാല്യൂ ആണ് നമുക്ക് ക്യൂ പോയിന്റ് വാല്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻപുട്ട് സൈഡ് അനാലിസിസ് ചെയ്യുക, ഔട്ട്പുട്ട് സൈഡ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ അതെന്താന്നുള്ളതും അതിന്റെ അനാലിസിസ് വഴി അത് എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ കിട്ടുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ലൂപ്പിന്റെ അനാലിസിസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ലൂപ്പ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ ഇൻപുട്ട് ലൂപ്പ്. സോ ഇൻപുട്ട് ലൂപ്പിൽ എന്തൊക്കെയുള്ളത്? നമ്മളിപ്പോൾ തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് VTH ഇൻ സീരീസ് വിത്ത് RTH കിട്ടി. ഇത് ട്രാൻസിസ്റ്ററിന്റെ ബേസിലാണ്. സോ ബേസ് കറന്റ് എന്ന് പറയുന്നത് IB ആണ്. IBയുടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് NPN ട്രാൻസിസ്റ്റർ ആണ്. ദെൻ RE എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് വാല്യൂ എമിറ്ററിൽ കാണാം, RE. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് IE എന്ന് പറയുന്നത്. ദെൻ ട്രാൻസിസ്റ്ററിന്റെ ബേസിനും എമിറ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ്, എന്ന് പറയുന്നത് എന്താണ്? VBE ആണ്. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്താൽ നമുക്ക് KVL ഇക്വേഷൻ കിട്ടുന്നത് -VTH. നമ്മളിപ്പോ ഫസ്റ്റ് വോൾട്ടേജ് കൺസിഡർ ചെയ്തു. സോ -VTH ഇത് കൺസിഡർ ചെയ്തു. ദെൻ IB എന്ന് പറയുന്ന കറന്റ് ആണ് RTHലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ അവിടെയുള്ള വോൾട്ടേജ് എന്താണ്? IB ഇൻറ്റു RTH പ്ലസ് IB ഇൻറ്റു RTH. പിന്നെ ബേസ് എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് പ്ലസ് VBE. ദെൻ അടുത്ത എന്താണ്? REയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് IE. സോ എന്ത് വരും? IERE പ്ലസ് IERE ഈക്വൽ ടു 0. സോ -VTH പ്ലസ് IB ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് IERE ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു കറന്റ് എന്ന് പറയുന്നത് IB ആണ്, ഒരു കറന്റ് എന്ന് പറയുന്നത് IE ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? IE-നെ ഇൻ ടേംസ് ഓഫ് IB-യിലേക്ക് മാറ്റാം. സോ വാട്ട് ഇസ് എ റിലേഷൻ? IE is equal to beta plus 1 IB എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. IE is equal to beta plus 1 IB. അപ്പൊ ഇവിടെ IEയുടെ അവിടെ എന്ത് ചെയ്യുക? ഈ ഒരു റിലേഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IE is equal to beta plus 1 IB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? -VTH അതുപോലെ എഴുതി, IB ഇൻറ്റു RTH അതുപോലെ എഴുതി, VBE അതുപോലെ എഴുതി, മാറ്റൊന്നുമില്ല. IEയുടെ സ്ഥാനത്ത് beta plus 1 IB കൊടുത്തു.
ഇൻറ്റു ആർ ഇ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇതിന്ന് കോമൺ ആയിട്ട് ഈ ടേമിലും ഐ ബി ഉണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് ടേമിലും ഐ ബി ഉണ്ട്. സോ ഐ ബി നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. വോൾട്ടേജിന്റെ ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി സിംപ്ലിഫൈ ചെയ്താൽ ഐ ബിക്ക് നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. സോ ഐ ബിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഐ ബി ഇസ് ഈക്വൽ ടു വി ടി എച്ച് മൈനസ് വി ബി ഇ, അതാണ് വോൾട്ടേജിന്റെ ടേം. വി ടി എച്ച് മൈനസ് വി ബി ഒരു സൈഡിലേക്ക് എടുത്തു, ഡിവൈഡഡ് ബൈ ആർ ടി എച്ച്. സോ ദിസ് ഈസ് ആർ ടി എച്ച്, ഇതെന്ന് പറയുന്നത് ആർ ടി എച്ച് ആണ്. സോ ദിസ് ഈസ് ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ആർ ഇ, ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ആർ ഇ എന്നുള്ള ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് ഏതിനുള്ള എക്സ്പ്രഷൻ കിട്ടി? ഐ ബിക്കുള്ള എക്സ്പ്രഷൻ കിട്ടി. ഞാൻ ഒന്നും കൂടെ പറയാം, വി ടി എച്ച് മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ആർ ഇ. അപ്പൊ ഐ ബി കിട്ടിയല്ലോ. ഐ ബി കിട്ടിയാൽ ഐ സി കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി ആണ്. ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി. അപ്പൊ ഈ ഐ ബിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഈ ഐ ബിനെ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഐ ബിനെ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഐ സി കിട്ടും. അപ്പൊ ഐ സി കിട്ടിയല്ലോ. ഇനി ഈ ഐ സി എന്ന് പറയുന്നത് ബീറ്റ ഡിപ്പെൻഡൻസി ഉണ്ട് അല്ലെ? ബീറ്റ ഡിപ്പെൻഡൻസി, ഇതിൽ ബീറ്റയുടെ ടേം ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ബീറ്റ ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ക്യൂ പോയിന്റ് അൺസ്റ്റേബിൾ ആവും. സോ ബീറ്റ ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ആർ ടി എച്ച് ലെസ് ദാൻ ബീറ്റ പ്ലസ് 1 ആർ ഇ. ഇവിടെയാണ് ആർ ഇയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ആർ ഇയുടെ വാല്യൂ അതിനനുസരിച്ച് ചൂസ് ചെയ്യും, ഹൈ ആയിട്ട് ചൂസ് ചെയ്യും. സോ ബീറ്റ പ്ലസ് 1 ആർ ഇ ഈസ് ഗ്രേറ്റർ ദാൻ ആർ ടി എച്ച്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബീറ്റ പ്ലസ് 1 ആർ ഇ ആണ് ഇതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ടേം എങ്കിൽ, ഈ ടേമാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ടേം എങ്കിൽ നമുക്ക് ആർ ടി എച്ച് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. സോ ബീറ്റ ഇവിടെ ഉണ്ട്, ഇവിടെ ബീറ്റ പ്ലസ് 1 ഉണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബീറ്റ പ്ലസ് 1 സെയിം ആണ്. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐസിയുടെ എക്സ്പ്രഷൻ എന്തായി വരും? വി ടി എച്ച് മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ഇ എന്ന് വരും. വി ടി എച്ച് മൈനസ് വി ബി ഇ ബൈ ആർ ഇ. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിയേ, ഐസിയുടെ എക്സ്പ്രഷനിൽ ബീറ്റ ഡിപ്പെൻഡൻസി ഉണ്ടോ? ഇല്ല. സോ ബീറ്റ ഡിപ്പെൻഡൻസി നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ബീറ്റ ഡിപ്പെൻഡൻസി നമ്മൾ റിമൂവ് ചെയ്തു. ബീറ്റ ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ഫാക്ടർ ആണ്. നമുക്ക് ക്യൂ പോയിന്റ് എന്ത് ചെയ്യാം? സ്റ്റേബിൾ ആക്കാം. ബീറ്റ അനുസരിച്ച് ക്യൂ പോയിന്റ് മാറുന്നില്ല. അതാണ് ആർ ഇയുടെ ഇമ്പോർട്ടൻറ്റ്. സോ ഫോർ ബയാസ് സ്റ്റെബിലൈസേഷൻ നമ്മളെ കണ്ടീഷൻ ആർ ടി എച്ച് ലെസ് ദാൻ ബീറ്റ പ്ലസ് 1 ആർ. ഈ രീതിയിൽ വേണം നമ്മൾ സർക്യൂട്ട് എന്ത് ചെയ്യാൻ? ഡിസൈൻ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഏത് പാരാമീറ്റർ കിട്ടി? ക്യൂ പോയിന്റിലുള്ള ഒരു പാരാമീറ്റർ കിട്ടി, ഐ സി കിട്ടി. അപ്പൊ ഇൻപുട്ട് ലൂപ്പിന്റെ അനാലിസിസ് ഇത്രയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇൻപുട്ട് ലൂപ്പ് എടുക്കുക, കെ വി എൽ അപ്ലൈ ചെയ്യുക, ഐ ബി കണ്ടുപിടിക്കുക, ഐ സി കണ്ടുപിടിക്കുക, ദെൻ ബയാസ് സ്റ്റെബിലൈസേഷനുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുക, ഐ സിയുടെ ഫൈനൽ എക്സ്പ്രഷൻ കിട്ടി. ക്യൂ പോയിന്റിലെ ഒരു പാരാമീറ്റർ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ പാരാമീറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ലൂപ്പ് എന്ത് ചെയ്യണം? നമ്മൾ അനാലിസിസ് ചെയ്യണം. ഈ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ലൂപ്പ് നമ്മൾ അനാലിസിസ് ചെയ്യണം. സോ നമ്മൾ ഔട്ട്പുട്ട് ലൂപ്പ് മാത്രം എടുത്ത് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. സോ വി സി സി ഉണ്ട്, അതുപോലെ തന്നെ ആർ സി ഉണ്ട്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഐ സി ആണ്. കളക്ടറിനും എമിറ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് വി സി ഇ ആണ്. ദെൻ എമിറ്ററിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ഇ ആണ്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ഐ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ലൂപ്പിൽ എന്ത് ചെയ്യാം? കെ വി എൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് വി സി ഇ ആണ്. ക്യൂ പോയിന്റിലെ രണ്ടാമത്തെ പാരാമീറ്റർ വി സി ഇ ആണ്. സോ ഔട്ട്പുട്ട് ലൂപ്പിൽ കെ വി എൽ അപ്ലൈ ചെയ്താൽ മൈനസ് വി സി സി ഏത് പാരാമീറ്റർ നമ്മൾ എടുത്തു? വി സി സി എടുത്തു. ദെൻ ഐ സി ആർ സി, ഇതാണ് ആർ സിക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പ്. ദെൻ വി സി ഇ, കളക്ടറിനും എമിറ്ററിനും അക്രോസ് ഉള്ള ഡ്രോപ്പ് ആണ് വി സി ഇ. ദെൻ ഐ ഇ ആർ ഇ എന്ന് പറയുന്നത് ആർ ഇക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് പറയാം ഐ ഈസ് അപ്രോക്സിമേറ്റ്ലി എന്താണ്? ഐ സി തന്നെയാണ്. ഐ ബി നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഐ ഈസ് അപ്രോക്സിമേറ്റ്ലി ഐ സി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഐ സി, ഇവിടെ ഐ ഉണ്ട്. അപ്പൊ രണ്ടും ഓൾമോസ്റ്റ് എന്താണ്? സെയിം ആണ്. സോ ആ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? വി സി ഇ ആണ്. കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? വി സി ഇ ആണ്. സോ വി സി ഇ ഈക്വൽ ടു എന്ത് വരും? വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ. വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ. അപ്പൊ ഏതിനുള്ള എക്സ്പ്രഷൻ കിട്ടി? വി സിക്കുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇപ്പൊ സെക്കൻഡ് പാരാമീറ്റർ കിട്ടിയില്ലേ? ക്യൂ പോയിന്റിലെ സെക്കൻഡ് പാരാമീറ്റർ കിട്ടിയില്ലേ? അപ്പൊ ഇതാണ് ഔട്ട്പുട്ട് ലൂപ്പിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ ഇൻപുട്ട് ലൂപ്പ് അനലൈസ് ചെയ്തു, ഔട്ട്പുട്ട് ലൂപ്പ് അനലൈസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ പോയിന്റ് വരയ്ക്കാം. ക്യൂ പോയിന്റ് വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി, നമുക്കൊരു ലോഡ് ലൈൻ വരയ്ക്കണം. അതായത് ഇതിന്റെ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അതിന് DC ലോഡ് ലൈൻ എന്ന് പറയും. സോ ഇതിന്റെ ഔട്ട്പുട്ട് ക്യാരയിൽ നമുക്ക് എന്ത് വരയ്ക്കാം, ലോഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, സോ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ ലോഡ് ലൈൻ വരയ്ക്കാം. സോ ആ ലോഡ് ലൈനിന്റെ 2 എൻഡ് പോയിന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ അതിനു വേണ്ടി നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക, VCE = VCC - ICRC. അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസിൽ IC, x ആക്സിസിൽ VCE എടുത്ത് വരയ്ക്കുന്ന ഈ ഗ്രാഫാണ് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാര. സോ ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് IB നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ട്രാൻസ്ഫർ ക്യാര വരയ്ക്കാം. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, ഇനി ഇതിലാണ് നമുക്ക് DC ലോഡ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ ഒരു x ആക്സിസിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. x ആക്സിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, VCE = 0. സോറി, x ആക്സിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്, IC = 0. x ആക്സിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ IC = 0. സോ IC 0 ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ IC 0 ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് VCE? VCE = എന്ത് വരും, VCC വരും. VCE = VCC. ഇനി y ആക്സിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് 0 ആണ്, VCE 0 ആണ്. x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ VCE 0 ആയി കഴിഞ്ഞാൽ 0 = VCC - IC × RC + RE. അതിന് IC എന്ത് കിട്ടും, IC is equal to VCC by RC plus RE എന്ന് വരും, RC plus RE. അപ്പൊ 2 എൻഡ് പോയിന്റ് കിട്ടി. ഈ 2 എൻഡ് പോയിന്റിനും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ സ്ട്രെയിറ്റ് ലൈനിനെ പറയുന്ന പേരാണ് ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈനിനെ പറയുന്ന പേരാണ് DC ലോഡ് ലൈൻ. അപ്പൊ ഈ DC ലോഡ് ലൈനിലാണ് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. സോ ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ DC ലോഡ് ലൈനിലാണ് ഫിക്സ് ചെയ്യുക. സോ ഈ അറൗണ്ട് നമ്മൾ ഈ ഒരു ആക്റ്റീവ് റീജിയന്റെ മിഡിലായിട്ടായിരിക്കും നമ്മൾ ഈ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. ഈ ഫിക്സ് ചെയ്യുന്ന ക്യൂ പോയിന്റ് സ്റ്റേബിൾ ആയിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ബയാസിങ് സർക്യൂട്ട് ആണ് എന്ത്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അനാലിസിസ് ചെയ്തു, ലോഡ് ലൈൻ വരച്ചു, ക്യൂ പോയിന്റ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ക്യൂ പോയിന്റ് പാരാമീറ്റേഴ്സ് അനാലിസിസ് കണ്ടുപിടിച്ചു. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട മെയിൻ 2 പോയിന്റാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഒന്ന്, IC ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്, അതായത് ബീറ്റ. ഇതൊക്കെയാണ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ. സോ ട്രാൻസിസ്റ്റർ പാരാമീറ്ററിന് ഇൻഡിപെൻഡന്റ് ആണ് IC. ഇപ്പൊ ബീറ്റ ടേം നമ്മൾ കളഞ്ഞു, ഐസിയുടെ എക്സ്പ്രഷനിൽ ബീറ്റ ടേം ഇല്ല. സോ IC ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ. അതുകൊണ്ട് ക്യൂ പോയിന്റ് മാറുന്നില്ല. അത് അഡ്വാൻറ്റേജ് അല്ലേ? സോ ഒരു അഡ്വാൻറ്റേജ് അതാണ്. രണ്ടാമത്തത്, എമിറ്ററിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റർ സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യും. അതും നമ്മൾ പറഞ്ഞു, ബയാസ് സ്റ്റെബിലൈസേഷന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് RE. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇതാണ് അഡ്വാൻറ്റേജസിൽ എഴുതേണ്ടത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. നമ്മുടെ ഫിക്സഡ് ബയാസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പോണൻസ് എന്താണ്, കൂടുതലാണ്. സോ ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റി ആണ്. സോ അതുകൊണ്ട് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെന്ന് പറയാം. കമ്പയർഡ് ടു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, കമ്പോണൻസ് കൂടുതലാണ്. ഓരോ കമ്പോണൻസിനും അക്രോസ് ആയിട്ട് പവർ ഡിസിപ്പേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഓവറാൾ സർക്യൂട്ട് എഫിഷ്യൻസി കുറവാണ്. എന്താണ്, കുറവാണ് ഡ്യൂ ടു പവർ ഡെസിപ്പേഷൻ. ഓരോ കമ്പോണൻസിനും അക്രോസ് ഉള്ള പവർ ഡെസിപ്പേഷൻ കാരണം ഓവറാൾ സർക്യൂട്ട് എഫിഷ്യൻസി വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ടിന്റെ കേസിൽ എന്താണ്, കുറവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് നോക്കിയത് BJTയിൽ യൂസ് ചെയ്യുന്ന ഒരു ബയാസിങ് സർക്യൂട്ട് ആയിട്ടുള്ള വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട്, ആ സർക്യൂട്ടിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ്, ക്യൂ പോയിന്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ക്യൂ പോയിന്റ് പാരാമീറ്റേഴ്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കാര്യങ്ങൾ, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ആണ് മെയിൻ ആയിട്ട് നോക്കിയത്. സോ ഇതുപോലത്തെ ടോപ്പിക്കായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.